സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായ മുട്ടാപ്പാൽ വിതരണത്തിൽ ഭാഗികമായി കുറവ് വരുത്തിയതിന്റെ പേരിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ സ്കൂളുകൾക്ക് നൽകേണ്ട ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്ന് തുക വെട്ടിക്കുറച്ചതായി പ്രധാന അധ്യാപകരുടെ പരാതി. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ഉച്ചഭക്ഷണം നൽകുന്നതിന് 150 മേൽ 500 വരെ 7 രൂപയും അതിൽ കൂടുതൽ എണ്ണത്തിന് 6 രൂപയുമാണ് അനുവദിക്കുന്നത്. 2016 നിരക്കിലാണ് ഇപ്പോഴും ഫണ്ട് അനുവദിക്കുന്നത്. കമ്പോള വില നിലവാരം അനുസരിച്ച് ഇത് വർദ്ധിപ്പിക്കണമെന്നത് പ്രധാന അധ്യാപകരുടെയും ഉച്ചഭക്ഷണ സമിതികളുടെയും ഏറെ കാലമായുള്ള ആവശ്യമാണ്. ഫണ്ടിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കുന്നത്. മുട്ടാപ്പാൽ വിതരണത്തിന് നാളിതുവരെ ബജറ്റിൽ തുക നീക്കിവെക്കുകയോ സ്കൂളുകൾക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പല സ്കൂളുകളുടെയും ഉച്ചഭക്ഷണ സമിതികൾ ഇവയുടെ വിതരണം നിർത്തിവെക്കാനോ ഭാഗികമായി നൽകാനോ തീരുമാനിച്ചിരുന്നു. പ്രധാന അധ്യാപകരുടെയും ഉച്ചഭക്ഷണ സമിതികളുടെയും ഏറെ കാലമായുള്ള ആവശ്യമാണ്. ഫണ്ടിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കുന്നത്. മുട്ടാപ്പാൽ വിതരണത്തിന് നാളിതുവരെ ബജറ്റിൽ തുക നീക്കിവെക്കുകയോ സ്കൂളുകൾക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പല സ്കൂളുകളുടെയും ഉച്ചഭക്ഷണ സമിതികൾ ഇവയുടെ വിതരണം നിർത്തിവെക്കാനോ ഭാഗികമായി നൽകാനോ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പേരിൽ പല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും സ്കൂളുകൾക്ക് അനുവദിക്കുന്ന ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്ന് തുക കുറവ് വരുത്തിയതായാണ് പ്രധാന അധ്യാപകരുടെ പരാതി. അനുവദിക്കപ്പെടുന്ന തുക ഉച്ചഭക്ഷണ പദ്ധതിക്ക് തന്നെ തികയാത്ത സാഹചര്യത്തിൽ മുട്ടാപ്പാൽ വിതരണത്തിനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നാണ് ചോദ്യം. തുക വെട്ടിക്കുറച്ച നടപടിയിൽ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി പ്രതിഷേധിച്ചു.